ഇവൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വേഷത്തിൽ ഒരു പൊളിറ്റീഷ്യന്റെ ഹോട്ടൽ റൂമിലേക്ക് വരുന്നു. അയാൾ തനിക്ക് ടൈമില്ല, എന്താണ് ലേറ്റ് ആയതെന്ന് ചോദിച്ച് പാനിക് ആവുമ്പോൾ അയാൾക്ക് ഇക്കാര്യത്തിൽ എക്സ്പീരിയൻസ് കുറവാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ അയാളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് പോകുന്നു. എന്നിട്ട് വാഷ് ബേസിനടിയിൽ അവളുടെ ഓർഗനൈസേഷൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഗണ്ണെടുത്ത് അതിൽ സൈലൻസർ ഫിക്സ് ചെയ്യുന്നു. പുറത്തു വന്നവൾ ആ പൊളിറ്റീഷ്യനെയും ഗാർഡിനെയും ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അതിശയകരമായി അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കുന്നില്ല. ആക്ച്വലി അവളുടെ ഓർഗനൈസേഷൻ വെച്ചിരുന്ന ഗണ്ണല്ല അവിടെ ഉണ്ടായിരുന്നത്. അവൾ ഷോക്കായി നിൽക്കുന്ന ടൈമിൽ വെപ്പൺസുമായി കുറെ ഓഫീസേഴ്സ് അവളെ വളയുന്നു. എന്നിട്ട് അവളെ കീഴടക്കുന്നു. തന്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ച് അവൾ പേടിക്കുന്നു. പെട്ടെന്നൊരാൾ അവിടെ വന്ന് ചെയറിലിരുന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അയാൾ ഒരു CIA ഏജന്റ് ആണ്. അയാൾ അവളെ ഒത്തിരി നാളായി നിരീക്ഷിക്കുന്നതായും അവൾ ഒരു റഷ്യൻ സ്പൈ ആണെന്ന് അറിയാമെന്നും പറയുന്നു. മാത്രമല്ല അയാൾ അവളെ കൊല്ലില്ലെന്നും പകരം അവൾ അമേരിക്കയ്ക്ക് വേണ്ടിയും സ്പൈ ആയി വർക്ക് ചെയ്യണമെന്നും പറയുന്നു. അവൾ കുറച്ച് ആശ്വാസത്തോടെ അയാളോട് ഡീൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു വർഷത്തേക്ക് മാത്രം സ്പൈ ആയി വർക്ക് ചെയ്തതിനു ശേഷം ആരും അറിയാതെ അവളെ ഹവായിലേക്ക് മാറ്റാമെന്നും ബാക്കിയുള്ള ലൈഫ് അവൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാമെന്നും പറയുന്നു. അവൾ ആ ഡീൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അതേസമയം ഇവളെ ഇവിടേക്ക് അയച്ച ഓർഗനൈസേഷൻ ഹെഡ് ഇവൾ പുറത്തേക്ക് വരുന്നത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇവൾ തന്റെ മിഷൻ പൂർത്തിയാക്കാൻ ഇത്രയും ലേറ്റ് ആവുന്നത് അവർക്ക് സംശയം തോന്നാൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിൽ ഡീൽ അവസാനിപ്പിച്ച് അവളെ ഫ്രീ ആക്കുന്നു. പുറത്തേക്ക് വന്നവൾ തന്റെ ഹെഡിനെ പോയി കാണുന്നു. അവളെ കണ്ടതും അവർ അവളോട് ഇത്രയും ലേറ്റ് ആയത് എന്താണെന്ന് ചോദിക്കുന്നു. അതിനവൾ അയാൾ എന്നോട് സഹകരിച്ചില്ലെന്ന് പറയുന്നു. പക്ഷെ ഹെഡ് വീണ്ടും അവളോട് ആ പൊളിറ്റീഷ്യന്റെ വിരൽ കൊണ്ടുവരാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ പാനിക് ആയപ്പോൾ ഞാൻ മറന്നതാണെന്ന് പറയുന്നു. അപ്പോഴാണ് ഹെഡ് അവളുടെ കയ്യിലെ വാച്ച് മിസ്സിംഗ് ആണെന്ന് പറയുന്നത്. അതാ ഓഫീസേഴ്സ് അവളെ പിടിച്ചു വെച്ചപ്പോൾ ഊരിപ്പോയതാണ്. ഹെഡ് അവളോട് വേറെ ആരെയെങ്കിലും വിട്ട് അത് രണ്ടും എടുക്കാമെന്ന് പറയുന്നു. പക്ഷെ തന്റെ കള്ളം പൊളിയുമെന്ന് മനസ്സിലാക്കിയവൾ എന്റെ തെറ്റ് ഞാൻ തന്നെ തിരുത്താമെന്ന് പറഞ്ഞ് വീണ്ടും ആ പൊളിറ്റീഷ്യന്റെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് ആ ഓഫീസറിനോട് ആ പൊളിറ്റീഷ്യന്റെ വിരൽ വേണമെന്ന് പറയുന്നു. ആ പൊളിറ്റീഷ്യൻ പേടിച്ച് അതിനെ എതിർക്കുമെങ്കിലും ആ ഓഫീസർ അയാളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവൾ അയാളുടെ വിരൽ കൊണ്ടുവന്ന് തന്റെ ഹെഡിന് കൊടുത്ത് തന്റെ മിഷൻ പൂർത്തിയാക്കിയതായി അവരെ വിശ്വസിപ്പിക്കുന്നു.